Hello students, last section second internal exam EE 464 facts and part A answer key and discuss cheyunnathu. Today I will be discussing part B in this section. Part B total 6 questions and 2 questions from each module. ഇപ്പോൾ 3 modules total 6 questions. ഇപ്പോൾ ഓരോ module ഓരോ question with attend ചെയ്യുന്ന 10 marks ആണ് per question. Explain thyristor control voltage regulator and thyristor control phase angle regulator. ഇതായിരുന്നു question number 5. 10 marks ആണ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് റെഗുലേറ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ 6 മാർക്സും thyristor tap changer circuit diagram അതിൻ്റെ എക്സ്പ്ലനേഷൻ 2 marks along with waveform 2 marks. So total 10 mark question. Thyristor control voltage regulator and thyristor control phase angle regulator. ഇപ്പോൾ ഈ thyristor ബേസ് കൺട്രോളറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിൽ നിന്ന് പ്രോപ്പർ ടാപ്പ് ഉപയോഗിച്ച് വോൾട്ടേജിനെ ഇഞ്ചെക്ട് ചെയ്യുവാണ് ഇൻ സീരീസ് വിത്ത് എ ലൈൻ ത്രൂ എ ട്രാൻസ്ഫോമർ. ഇനി ഇവിടെ നമ്മൾ thyristor ബേസ് കൺട്രോളിന് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറിനെ അപേക്ഷിച്ച് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് റെഗുലർ മെയിൻ്റെനൻസ് അവോയ്ഡ് ചെയ്യും, അതേപോലെ തന്നെ സ്പീഡ് ഓഫ് റെസ്പോൺസ് കൂട്ടും. വോൾട്ടേജും ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ് സെയിം മാനറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫിക്സഡ് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഒരു വേരിയബിൾ മാഗ്നിറ്റ്യൂഡ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിൻലി വോൾട്ടേജ് റെഗുലേറ്റർ ആണോ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആണോ എന്ന് അറിയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. അതായത് ഇൻ ഫേസ് കമ്പോണൻ്റ് ആണോ വോൾട്ടേജ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ക്വാഡ്രേച്ചർ വോൾട്ടേജ് ഇൻപുട്ടാണ് thyristor കൺട്രോളർ അല്ലെ thyristor ടാപ്പ് ചേഞ്ചറിന് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് വോൾട്ടേജ് റെഗുലേറ്റർ അല്ലെങ്കിൽ ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ thyristor ടാപ്പ് ചേഞ്ചേഴ്സിനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ലെവൽ കൺട്രോൾ. അതായത് ഡിലേ ആംഗിൾ കൺട്രോളാണ് thyristorനെ ഡിലേ ആംഗിളിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ അവിടെ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കണ്ടിന്യൂസ് കൺട്രോളും പ്രൊവൈഡ് ചെയ്യും, ഡിസ്ക്രീറ്റ് ലെവൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ കണ്ടിന്യൂസ് കൺട്രോൾ എന്ന് വെച്ചാൽ ഡിലേ ആംഗിൾ കൺട്രോളിനാണ്, പക്ഷെ അവിടെ ഒരു ഹാർമോണിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രീറ്റ് ലെവൽ കൺട്രോളാണ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ്ലി കൺട്രോളബിൾ thyristor ടാപ്പ് ചേഞ്ചറാണിത്. വിത്ത് റെസിസ്റ്റീവ് ലോഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. രണ്ട് സ്വിച്ചസ് ആണ്. സപ്പോസ് സ്വിച്ച് 1 എന്ന് പറഞ്ഞാൽ ലോവർ ടാപ്പിംഗ് കൊടുക്കുന്ന അവിടെ എന്ന് വെച്ചാൽ വോൾട്ടേജ് V1 ഒബ്റ്റെയിൻ ചെയ്യും. SW2 എന്ന് പറഞ്ഞാൽ അപ്പർ ടാപ്പിൻ്റെ അവിടെ നിന്ന് കണക്ട് ചെയ്യുന്നതാണ്. സോ അത് അപ്പർ ടാപ്പ് വോൾട്ടേജ് V2 തരും. V2 ഈസ് ഗ്രേറ്റർ ദാൻ V1. അപ്പം സപ്പോസ് SW1 കണ്ടക്ട് ചെയ്യുമായിരുന്നു, അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് V1 കിട്ടി. അതിനുശേഷം അറ്റ് സം ഡിലേ ആംഗിൾ ആൽഫ സ്വിച്ച് 2ന് ടേൺ ഓൺ ചെയ്യുന്നു, ഗേറ്റ് ട്രിഗർ കൊടുക്കുന്നു. അപ്പം നാച്ചുറലി സ്വിച്ച് 1 ഓഫ് ആയി പോകുന്നു, ബിക്കോസ് ആനോട്ട് കാഥോഡ് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആവും. അങ്ങനെ സ്വിച്ച് 2 കണ്ടക്ട് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് V2. അപ്പം സ്വിച്ച് 2ൻ്റെ ഡിലേ ആംഗിളിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് V1ഉം V2ൻ്റെ ഇടയ്ക്ക് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് കൺട്രോളബിൾ thyristor ടാപ്പ് ചേഞ്ചർ. ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ thyristorൻ്റെ ഡിലേ ആംഗിളിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് V2നും V1നും ഇടയ്ക്ക് വോൾട്ടേജിനെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇൻ ദിസ് കണ്ടിന്യൂസ് മോഡ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഇനീഷ്യേറ്റിംഗ് ദ ഓൺസെറ്റ് ഓഫ് thyristor വാൽവ് കണ്ടക്ഷൻ. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. Draw the schematic of a three-phase angle regulator with thyristor tap changes having ternary proportion winding sections for discrete level voltage control and explain the working. 7 marks ആണ്. 6A അതിൻ്റെ subdivision B പാർട്ട് ചോദിച്ചേക്കുന്നത് ഈ 3-phase phase angle regulatorൻ്റെ ഫസ്റ്റ് ഡയഗ്രാം ആണ്. അങ്ങനെ 3 mark question. അപ്പം ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ 6A എന്ന് പറയുമ്പോൾ നമുക്ക് 3-phase phase angle regulator with thyristor tap changerൻ്റെ സ്കിമാറ്റിക് വരയ്ക്കുന്നതിന് 4 മാർക്സും എക്സ്പ്ലനേഷന് 3 മാർക്സും ആണ്. അതേപോലെ ഫേസർ ഡയഗ്രാം ബി പാർട്ടിലുള്ളതാണ് 3 മാർക്സ് ക്വസ്റ്റ്യന് ഗിവൺ ആണ്. അതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം അലോങ് വിത്ത് എക്സ്പ്ലനേഷൻ ബ്രീഫായിട്ട് കൊടുക്കണം. അപ്പോൾ 7 മാർക്സ് അതിനാണ് 4+3 എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ഫേസർ ഡയഗ്രാം
ഫേസർ ഡയഗ്രം നമുക്കറിയാം VS ഉം VR ഉം തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ ആയിരുന്നു. അപ്പം ഒന്നെങ്കിൽ പ്ലസ് V സിഗ്മ ഇഞ്ചെക്ട് ചെയ്യും, അല്ല മൈനസ് V സിഗ്മ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ VS പ്ലസ് V സിഗ്മ ഇഞ്ചെക്ട് ചെയ്യുന്നെങ്കിൽ സെൻഡിങ് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VS എഫക്റ്റീവ് പ്ലസ് സിഗ്മ ആവും. അപ്പം നമ്മുടെ ആംഗിൾ വേരി ചെയ്യുന്നത് ഡെൽറ്റ പ്ലസ് സിഗ്മ എന്നാണ്. മറിച്ച് മൈനസ് V സിഗ്മയാണ് ഇഞ്ചെക്ട് ചെയ്തെങ്കിൽ നമ്മുടെ VS എഫക്റ്റീവ് മൈനസ് സിഗ്മ വരും. അപ്പോൾ ഫേസ് ആംഗിൾ കുറയുവാണ് ചെയ്യുന്നത്, ഡെൽറ്റ മൈനസ് സിഗ്മ എന്നാവും. സോ ഈ ഇഞ്ചെക്ട് ചെയ്യുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ അനുസരിച്ച് ഈ ഫേസ് ആംഗിളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. Explain the control scheme for STATCOM. 10 mark question. അപ്പം ഇതിന്റെ മാർക്ക് ഡിവിഷൻ വരുന്നത് ഇൻഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്, ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്. ഇൻഡയറക്റ്റ് കൺട്രോളിന്റെ ബ്ലോക്ക് ഡയഗ്രം 2 മാർക്സ്, എക്സ്പ്ലനേഷൻ 3 മാർക്സ്. ഡയറക്റ്റ് കൺട്രോൾ അതുപോലെ ബ്ലോക്ക് ഡയഗ്രം 2 മാർക്സ്, എക്സ്പ്ലനേഷൻ 3 മാർക്സ്. സോ ടോട്ടൽ 5 + 5 10 മാർക്സ്. STATCOM-ൽ വോൾട്ടേജ് സോഴ്സ് കൺവെർട്ടർ ഉണ്ട്. അപ്പോൾ അവിടെ GTO ഡിവൈസസ് വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗേറ്റിംഗ് പൾസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റേണൽ കൺവെർട്ടർ കൺട്രോൾ ആണ്. റെഫറൻസ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ സിസ്റ്റം കൺട്രോൾ ആണ്. അപ്പോൾ റെഫറൻസ് സിഗ്നൽ ഡിമാൻഡ് ചെയ്യുന്ന റിയാക്റ്റീവ് പവറിന് അനുസരിച്ചാണ് ഇന്റേണൽ കൺവെർട്ടർ കൺട്രോൾ ഗേറ്റിംഗ് പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ കൺട്രോളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺവെർട്ടർ സ്വിച്ചിനെ പവർ സ്വിച്ചസിനെ ഓപ്പറേറ്റ് ചെയ്ത് ഒരു സിങ്ക്രോണസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ്ഫോം ഉണ്ടാക്കുകയാണ്. അതുമൂലം റിയാക്റ്റീവ് റിയൽ പവർ എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യും കോമ്പൻസേഷന് വേണ്ടത്. ഇന്റേണൽ കൺട്രോൾ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിളിനെയാണ്. അപ്പോൾ ഇവിടെ IQ റെഫറൻസ് ഉണ്ട്, അതേപോലെ റിയൽ പവർ റെഫറൻസുകളും ഉണ്ട് എക്സ്റ്റേണൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അതൊരു സെറ്റ് ഓഫ് ഗേറ്റിംഗ് പാറ്റേൺ ജനറേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഓരോ സ്വിച്ചിന്റെ ഓൺ ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്തിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് കൺട്രോൾ വരുമ്പം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് വോൾട്ടേജ് Pയും അതേപോലെ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് കറന്റ് I0 ആണ്. ഈ ഔട്ട്പുട്ട് കറന്റ് 2 കമ്പോണൻസ് ഉണ്ട്, റിയൽ കമ്പോണന്റ് ഉണ്ട്, റിയാക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്. അതിലെ റിയാക്റ്റീവ് കമ്പോണന്റ് IOQനെ IQ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഒരു എറർ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ബസ് വോൾട്ടേജ് Pനെ ഒരു ഫേസ് ലോക്ക് ലൂപ്പിലൂടെ കടത്തി വിടുമ്പോൾ സെയിം ഫേസുള്ള സിഗ്നൽ തീറ്റ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ IQ റെഫറൻസും കൂടെ കമ്പയർ ചെയ്ത് വന്ന എററിനെ ആംപ്ലിഫൈ ചെയ്യുമ്പം എത്ര ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് വേണം, ഡെൽറ്റ ആൽഫ ആംഗിൾ വേണം, ഡെൽറ്റ ആൽഫ. സോ അതും ബസ് വോൾട്ടേജ് നമ്മുടെ AC വോൾട്ടേജും കൺവേർട്ടറിന്റെ വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാണ്, തീറ്റ പ്ലസ് ഡെൽറ്റ ആൽഫ വരും. അതനുസരിച്ച് ഗേറ്റ് പാറ്റേൺ ലോജിക്കിലോട്ട് കൊടുക്കും. അങ്ങനെ ഗേറ്റിംഗ് സ്വിച്ചസിന്റെ ഗേറ്റിംഗിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് V0ഉം അതേപോലെ ഫേസ് ആംഗിൾ ഡെൽറ്റ ആൽഫ വരും. ഇത് കാരണമാണ് നമ്മുടെ AC വോൾട്ടേജും കൺവെർട്ടർ വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഡെൽറ്റ ആൽഫ ഒക്കർ ചെയ്യും. അതാണ് ഈ തീറ്റ പ്ലസ് ഡെൽറ്റ ആൽഫ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻഡയറക്റ്റ് കൺട്രോളിന്റെ വർക്കിംഗ്. പറഞ്ഞ പോലെ ഇന്റേണൽ കൺട്രോളിന്റെ ഇൻപുട്സ് പറയുക AC ബസ് വോൾട്ടേജ്, അതേപോലെ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് കറന്റ് I0, അതേപോലെ റിയാക്റ്റീവ് കറന്റ് റെഫറൻസും ഉണ്ട്. വോൾട്ടേജ് V വെച്ച് ഫേസ് ലോക്ക് ലൂപ്പിൽ കൂടെ പോകുമ്പോൾ ഒരു സിങ്ക്രോണൈസിങ് സിഗ്നലിനെ ഒബ്റ്റെയിൻ ചെയ്യും. I0നെ റിയലും റിയാക്റ്റീവ് കമ്പോണൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. അതിൽ റിയാക്റ്റീവ് കറന്റ് റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എറർ ഉണ്ടാവുന്നു. ഒബ്റ്റെയിൻ ചെയ്ത എററിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജും AC സിസ്റ്റം വോൾട്ടേജും തമ്മിലൊരു ഫേസ് ഷിഫ്റ്റ് നിർബന്ധമായിട്ട് വേണം. എങ്കിലേ നമുക്ക് ആ റെഫറൻസിനോട് ഈക്വൽ അല്ലെങ്കിൽ എററിനെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. Finally, alpha, it is sum to theta to provide alpha plus theta that represents the synchronizing signal for the converter to satisfy the reactive current reference. അപ്പോൾ ഇത്ര റിയാക്റ്റീവ് കറന്റ് നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ട്, അത് മീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും ഫേസ് ഷിഫ്റ്റ് ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇതനുസരിച്ച് ഗേറ്റ് പാറ്റേൺ ലോജിക്കിനെ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇൻഡിവിജ്വൽ ഗേറ്റ് ഡ്രൈവ് സിഗ്നൽസ് ഓപ്പറേറ്റ് ചെയ്ത് കൺവേർട്ടർ പവർ സ്വിച്ചസിനെ ഓപ്പറേറ്റ് ചെയ്ത് റിക്വയർഡ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഫേസ് ആംഗിൾ ഒബ്റ്റെയിൻ ചെയ്യും. കറണ്ട് ഇതിന്റെ ഇൻപുട്ട് വരുന്ന കൺവേർട്ടർ ഔട്ട്പുട്ട് കറന്റ് I0 ഉണ്ട്, അതേപോലെ DC വോൾട്ടേജ് റെഫറൻസ് ഉണ്ട്, ബസ് വോൾട്ടേജ് V ഉണ്ട്, IQ റെഫറൻസ് ഉണ്ട്. അപ്പം കൺവേർട്ടർ കറന്റ് IOക്ക് റിയൽ കമ്പോണന്റ് ഉണ്ട്, റിയാക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്,
അത് കറസ്പോണ്ടിങ് റെഫറൻസസുമായിട്ട് കമ്പയർ ചെയ്ത് എറർ ആംപ്ലിഫയറിലോട്ട് കൊടുക്കും. അതേപോലെ VDC റെഫറൻസ് ആണ് എന്തോരം റിയൽ പവർ AC സിസ്റ്റത്തിൽ നിന്ന് അബ്സോർവ് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ളത് VDC റെഫറൻസിനെ ആശ്രയിച്ചിരിക്കും. അവിടെ നിന്നുണ്ടാകുന്ന എറർ ആംപ്ലിഫയറിലോട്ട് കൊടുക്കും. ഇതനുസരിച്ച് നമ്മുടെ കൺവേർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും ഡിറ്റർമൈൻ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ബസ് വോൾട്ടേജ് Vനെ ഒരു ഫേസ് ലോക്ക് ലൂപ്പിൽ കൂടെ പോകുമ്പോൾ ഒരു സിങ്ക്രോണൈസിങ് സിഗ്നലിൽ തീറ്റ ഫേസ് ആംഗിൾ ഉള്ളത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ കൺവേർട്ടർ വോൾട്ടേജ് AC വോൾട്ടേജും തമ്മിൽ തീറ്റ പ്ലസ് ആൽഫ ഫേസ് ആംഗിൾ ഷിഫ്റ്റ് ഉണ്ടാണ്. അതേപോലെ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് V0 ആണ് എങ്കിൽ മാത്രമേ ഈ റെഫറൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഗേറ്റ് പാറ്റേൺ ലോജിക്കിലോട്ട് കൊടുക്കും. അവിടുന്ന് അത് ഗേറ്റിംഗ് സിഗ്നൽസിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0ഉം ഫേസ് ആംഗിൾ ആൽഫ വരും. ബസ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് Vയും ഫേസ് ആംഗിൾ 0. അപ്പോൾ അതും കൺവേർട്ടർ വോൾട്ടേജും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഡയറക്റ്റ് കൺട്രോൾ. സോ ഇവിടെ വരുന്ന ഇൻപുട്ട് സിഗ്നൽസ് ബസ് വോൾട്ടേജ് V, കൺവേർട്ടർ ഔട്ട്പുട്ട് കറന്റ് I0, റിയാക്റ്റീവ് കറന്റ് റെഫറൻസ് IQ റെഫറൻസ് ആൻഡ് DC വോൾട്ടേജ് റെഫറൻസ് VDC റെഫറൻസ് ഉണ്ട്. ഈ VDC റെഫറൻസ് ആണ് കൺവേർട്ടർ എന്തോരം റിയൽ പവറിനെ അബ്സോർവ് ചെയ്യണം AC സിസ്റ്റത്തിൽ നിന്ന് അതിൻ്റെ ലോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കൺവേർട്ടർ ഔട്ട്പുട്ട് കറന്റ് I0 റിയാക്റ്റീവ് റിയൽ കമ്പോണന്റ് ഉണ്ട്. ഇത് അതിൻ്റെ റെസ്പെക്റ്റീവ് കറന്റ് റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് DC വോൾട്ടേജ് റെഗുലേഷൻ ലൂപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്ത ആ കറന്റ് റെഫറൻസസ് ആയിട്ട് കമ്പയർ ചെയ്യും. അതിനുശേഷം suitable ആംപ്ലിഫിക്കേഷൻ ശേഷം these error signals are converted into required magnitude and angle. കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര മാഗ്നിറ്റ്യൂഡ് വേണം ആംഗിൾ വേണം അതനുസരിച്ച് കൺവേർട്ട് ആവും. അത് കിട്ടാൻ വേണ്ടിയുള്ള അനുസരിച്ചുള്ള ഗേറ്റ് പൾസസ് ആണ് GTO ഡിവൈസസിലോട്ട് കൊടുക്കുന്നത്. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് 5, 6, 7 ആണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് അതായത് 8, 9, 10 അടുത്ത ലെക്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.